തൈപ്പൂയ ദിനത്തിലെ കാവടി ഘോഷയാത്രയ്ക്കായി ഒരുങ്ങുന്ന ഒരു ദേശമുണ്ട് കൊല്ലത്ത്. 41 ദിനരാത്രങ്ങൾ ഒരുമിച്ച് അന്തിയുറങ്ങി വ്രതം നോക്കുന്ന ഒരു ദേശം. കൊല്ലം ജില്ലയിലെ കുരീപ്പള്ളി ജയന്തി കോളനിയിൽ കനാൽ റോഡിന് സമീപം നിർമ്മിച്ച ഒരു ചെറിയ ഷെഡാണിത്. ഷെഡ് ചെറുതാണെങ്കിലും 45ഓളം ആളുകളാണ് ഇതിൽ അന്തിയുറങ്ങുന്നത്. തൈപ്പൂയ ദിവസം നെടുമ്പന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് കാവടി ഘോഷയാത്രയായി പോകുന്ന ആളുകൾ വ്രതശുദ്ധിക്ക് വേണ്ടി 41 ദിവസം താമസിക്കുന്നത് ഇവിടെയാണ്. ഇത് പരിപാടി ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ 10ാമത്തെ കൊല്ലമാണ്. 9 കൊല്ലം കൊണ്ട് നടന്നു വരുന്ന കാവടി ഘോഷയാത്രയിൽ അതിഭയങ്കരമായിട്ടുള്ള കാവടിയും പാൽക്കുടവും ഭസ്മക്കുടവും എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇനിയിപ്പം ഭക്തജനങ്ങളുടെ ഒരു ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. ഇവിടെ സദ്യയുണ്ട്, അതേ കണക്കുള്ള കാര്യപരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതിനകത്ത് തൈപ്പൂയത്തിന് ഇനിയിപ്പം ഒരാഴ്ചയും കൂടെ ഉള്ളൂ. അന്ന് നല്ലൊരു കാവടി ഘോഷയാത്രയും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. തുടങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളെ ഒരു വിശ്വാസം അത് തന്നെ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ഇപ്പം നമുക്കിവിടെ ക്ഷേത്രമുണ്ട്, നെടുമ്പന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, അവിടത്തേക്കുള്ള ഘോഷയാത്രയാണ് ഇവിടുന്ന് പോകുന്നത്. തുടങ്ങുന്ന സമയത്ത് ഇത് കണക്ക് അന്ന് പിള്ളേർ കുറച്ച് പേരും ഉള്ളായിരുന്നുള്ളൂ. ഇപ്പം പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് വരുംതോറും പിന്നെ അതിനനുസരിച്ചുള്ള പിള്ളേരും അതിൻ്റെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാരിപ്പോൾ അധികം ഉണ്ട്. ഇപ്പോൾ പൊതുവേ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൂടാതെ ഇനിയും ജോലി കഴിഞ്ഞിട്ട് ആൾക്കാർ വരാനുണ്ട്. അത്ര പേരും കൂടെയുള്ള പരിപാടി ഉണ്ട് ഇവിടെ. എല്ലാവരും ഓൾറെഡി വ്രതമാണ്, 41 ദിവസത്തെ വ്രതത്തിൽ നിൽക്കുകയാണ് എല്ലാവരും. അന്നേരം പിന്നെ അതേ അനുസരിച്ച് അതാ പറഞ്ഞത്, ഇപ്പം 41 ദിവസത്തെ വ്രതം നിൽക്കുന്നത് കൂടാതെ ഇപ്പോൾ ഈ കാണുന്നതിൽ കൂടാതെ ഇനി ആൾക്കാർ വരാനുണ്ട്. അന്നേരം അവർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനുള്ള സമയം ഒരു സമയമാവും. അന്നേരം അതിൻ്റെ ഒരു ആൾ കുറവാണ് ഇപ്പോൾ കാണുന്നത്. 10 വയസ്സ് പ്രായമുള്ള കുട്ടികൾ മുതൽ ഏറെ പ്രായമുള്ള ആളുകൾ വരെയാണ് ഇവിടെ കാവടി ഘോഷയാത്രയ്ക്കായി വ്രതം നോക്കുന്നത്. വേൽക്കാവടി, സൂര്യക്കാവടി, പറവക്കാവടി, ഗരുഡൻ തൂക്ക് എന്നിവയെടുക്കുന്ന മുരുകഭക്തരാണ് ഒന്നിച്ച് ഈ ഷെഡിൽ താമസിച്ച് വ്രതം നോറ്റുന്നത്. രാവിലെ തൊഴിലിടങ്ങളിലേക്ക് പോകുന്ന ഇവർ വൈകുന്നേരം ഇവിടെ എത്തി സ്വന്തമായി ഭക്ഷണമുണ്ടാക്കി കഴിച്ച് ഇവിടെ അന്തിയുറങ്ങുന്നു. 10 വർഷത്തോളമായി ഈ പ്രദേശത്തു നിന്നും ഈ രീതിയിൽ കാവടി ഘോഷയാത്ര പുറപ്പെടാൻ തുടങ്ങിയിട്ട്. ആദ്യമൊക്കെ നാട്ടുകാർ എതിർത്തെങ്കിലും പിന്നീടും അവരും ഇവരോടൊപ്പം കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 41 ദിവസം സാഹചര്യം ഉള്ളവർ ഇവിടെ താമസിക്കും, അല്ലാത്തൊരു വീട്ടുകളിൽ പോകും. ഏകദേശം ഒരു 10-30 പേരോളം ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ തന്നെയാണ്, ഷെഡിൽ തന്നെയാണ് അവർ കിടക്കുന്നതും എല്ലാം ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം അങ്ങ് വീട്ടിൽ പോകുന്നവരും ഉണ്ട്. അപ്പോൾ വൈകിട്ട് ഒരു എന്തായാലും ഒരു 8 മണി 9 മണി വരെ ഇവിടെ എന്തായാലും ആൾക്കാർ കാണും. അത് കഴിഞ്ഞിട്ട് വീട്ടുകളിൽ പോകുന്നവർ വീട്ടുകളിൽ പോകും. ഇവിടെ നിന്ന് ഇപ്പം പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീലിക്കാവടി ഉണ്ട്, പാൽക്കുടം ഉണ്ട്, ഭസ്മക്കുടം ഉണ്ട്, അല്ലാതെ ശൂലം ഉണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പം 41 ദിവസത്തെ വ്രതം ചെയ്ത് നിൽക്കുന്നവരാണ്. അന്നേരം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ സൂര്യക്കാവടിയുണ്ട്, പറവക്കാവടിയുണ്ട്. അതിനെല്ലാം നമ്മൾ ഈ നിൽക്കുന്നവരൊക്കെ തന്നെ, ഇനി വരാനുള്ളവരൊക്കെ തന്നെ ഇതൊക്കെ ചെയ്യുന്നത്. അന്നേരം അതിൻ്റെ രീതിയിൽ അങ്ങ് പോകും. ഇത്ര ദിവസം വ്രതം എടുത്തിട്ട് നിൽക്കുകയല്ലേ. പ്രദേശത്തു നിന്നും 300ഓളം ആളുകൾ പങ്കെടുക്കുന്ന കാവടി ഘോഷയാത്രയിൽ പാൽക്കുടം, ഭസ്മക്കുടം, പനിനീർക്കുടം, പീരിക്കാവടി, വേൽക്കാവടി, സൂര്യക്കാവടി, പറവക്കാവടി, ഗരുഡൻ തൂക്ക് എന്നിവയാണ് പ്രധാനമായുള്ളത്. ആദ്യം നമ്മളിത് തുടങ്ങിയ സമയത്ത് അതിൻ്റെ ഒരു ശൂലം കുത്തൊക്കെ പ്രമാണിച്ച് ഒരു ചെറിയൊരു ഉടക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇപ്പം എല്ലാം സോൾവായി, ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവിടുന്ന് കാവടി പോകുമ്പോൾ എന്തുവായാലും 10, 300 അല്ല, അത് നല്ലൊരു ജനസംഖ്യ കാണും. ആദ്യ വർഷം നമുക്ക് അത്ര ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഇതിനെ അന്നേരം ചെയ്യാനായിട്ടുള്ള കുറച്ച് പിള്ളേരും പിന്നെ അതിൻ്റെ രക്ഷാകർത്താക്കൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോൾ നല്ല ആളുണ്ട്. പിള്ളേർ മാത്രമല്ല, മുതിർന്നവരാണ് കൂടുതലായിട്ടുള്ളത്. പിള്ളേർ തുച്ഛമായ പിള്ളേരുള്ളൂ. നമുക്ക് പിള്ളേരെ കൊണ്ട് അധികം ഒന്നും ചെയ്യിപ്പിക്കാം. കാവടി ഘോഷയാത്രയ്ക്ക് പിള്ളേർ ഒരുപാട് പേര് കാണും. അല്ലാതെ വലിയ പരിപാടി ചെയ്യാനായിട്ട് പിള്ളേരെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് പിന്നെ അതിൻ്റേതായ കാര്യങ്ങളിലോട്ട് പോകണം. അന്നേരം നമ്മൾ ചെറുപ്പക്കാർ പിള്ളേർ തന്നെയാണ് വലിയ പരിപാടികൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം ചെറിയ പിള്ളേർ തന്നെ. കാവടിയും ഒരു വർഷത്തിന് ചിലവ് പറയാനാണെങ്കിൽ അധിക ചിലവാണ്, നല്ല ചിലവാകും. തൈപ്പൂയത്തിൻ്റെ അന്നത്തെ ചിലവ് മാത്രം എങ്ങനെ പോയാലും 2 ലക്ഷം രൂപയുടെ പരിപാടിയുണ്ട്. 2 ലക്ഷം രൂപ അധികം ആവുന്നെങ്കിലാണ്. പിന്നെ നമ്മൾ എഴുതി വെക്കുന്ന ചിലവുകളാണ് ഈ പറഞ്ഞ 2 ലക്ഷം രൂപ. ബാക്കിയുള്ള ചിലവുകളൊന്നും നമുക്ക് എഴുതാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഇവിടെ മാല പിടിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒരുപാടായി പോകും. അന്നേരം അങ്ങനെ എഴുതത്തില്ല. നമുക്ക് പ്രധാനപ്പെട്ട വലിയ ചിലവുകൾ നമ്മൾ എഴുതി വെക്കുമ്പം മേളവും കാര്യങ്ങളെല്ലാം കൂടെ വരാൻ നേരത്ത് എങ്ങനെ പോയാലും 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപയാവും. പിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നവരെ കയ്യിൽ നിന്നുള്ള ചെറുപ്പക്കാർ പിള്ളേരെ എന്നുള്ള സംഭാവനകളും കാര്യങ്ങളും പിന്നെ അല്ലാതെ നമ്മളിവിടുത്തെ സഹകരിച്ച് നിൽക്കുന്നവരുടെ നിന്നുള്ള ചെറിയ പിരിവുകളും കാര്യങ്ങളും കൊണ്ടാണ് ചെയ്യുന്നത്. ഓരോ കൊല്ലം ചെയ്യാൻ നേരത്ത് എന്തുമായാലും കുറച്ച് കടം വരും. പിന്നെ അത് നികത്തും. പിന്നെ അടുത്ത കൊല്ലം അതിനൊക്കെ ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അടിച്ചു കയറി ആരുടെ പോയി പരാതി പറഞ്ഞ് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. അവർ തരുന്ന സംഭാവന കൊണ്ടേ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇത്ര രൂപ തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല. അവർ അംഗീകരിച്ച് അവരറിഞ്ഞ് തരുന്ന ഒരു സംഭാവന വെച്ച് തുടങ്ങുന്ന ഒരു പരിപാടിയുള്ളൂ. എല്ലാ കൊല്ലവും ഇതേണക്ക് തന്നെ ഇത്രയും രൂപയുടെ പരിപാടി കാണും. എല്ലാവർക്കും കൊടുക്കാനൊന്നും പറ്റത്തില്ല. അവർക്കെല്ലാം കുറച്ച് കൊടുത്ത് നിർത്തിയിട്ട് പിന്നെ അടുത്ത കൊല്ലത്തേക്കിനും ഇടയ്ക്കുള്ള സമയത്ത് കൊടുത്ത് നമ്മൾ തീർക്കും. ഫെബ്രുവരി 11 തൈപ്പൂയം.
തൈപ്പൂയ ദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഈ ദേശമിന്ന്. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.